എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല വെയിലൊക്കെ നല്ല സമ്മറായി തുടങ്ങി കേട്ടോ. ഏകദേശം 20-25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇപ്പം ടെമ്പറേച്ചർ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പോകുന്ന വെതർ. ഞങ്ങൾ ഇന്ന് ഇറങ്ങിയേക്കുന്നത് ഒരു ടുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമാണ് ഈ ടുലിപ്പ് ഗാർഡനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പം എന്താ പറയാ, ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. അങ്ങനെ മീൻസ് കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ നാട്ടിലായിരുന്നു. വരുന്നതിന് മുമ്പ് അത് ക്ലോസ് ആവുകയും ചെയ്തു. അപ്പം കഴിഞ്ഞ വർഷം പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വർഷം എന്താണേലും പോയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. ഇതിനും ടിക്കറ്റ് എടുക്കാൻ റിമൈൻഡർ ഒക്കെ വെച്ചിട്ട് കാത്തിരുന്ന് എടുത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും വീക്കെൻഡ്സ് എല്ലാം ക്ലോസ് ആയി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫ്രൈഡേ ഈവനിങ് ആണ് എടുക്കാൻ പറ്റിയത് കേട്ടോ. ഇവിടെ ഭയങ്കര പാടാ ടുലിപ്പ് ഗാർഡന്റെ ടിക്കറ്റ്സ് കിട്ടാൻ വേണ്ടി. അവർ വളരെ ചെറിയ എമൗണ്ട് ഓഫ് ടിക്കറ്റ്സ് ഓപ്പൺ ആക്കത്തുള്ളൂ. അത് പെട്ടെന്ന്, അതായത് ഓപ്പൺ ആയി ഒരു 2 ദിവസത്തിനുള്ളിൽ ഫിൽ ആവും കേട്ടോ. അതുപോലെ തിരക്കാണ് ഇവിടെ ടുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ നമ്മളിന്ന് പോകുന്ന കിങ്സ് ലൈനിലുള്ള ടുലിപ്പ് ഗാർഡൻ കാണാനാണ്. ഇവിടെ കുറെ ടുലിപ്പ് ഗാർഡൻ ഉണ്ട്. അത് ബർമിംഗം ഉണ്ട്, നോട്ടിംഗ്ഹാം, അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന കിങ്സ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരിടത്താണ്. അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പണ്ട് മുതലേ, അതായത് കുഞ്ഞിലെ അന്യൻ സിനിമ കണ്ടപ്പോൾ മുതലേ ഉള്ള ഒരു ആഗ്രഹം കേട്ടോ ടുലിപ്പ് ഗാർഡൻ കാണണമെന്ന്. ആദ്യമായിട്ട് ഞാൻ ടുലിപ്പ് പൂവും അല്ലെങ്കിൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ആ ഒരു സിനിമയ്ക്കകത്തായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വർഷത്തെ വെയിറ്റിംഗ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ അവനെ പറഞ്ഞ് കിട്ടിയേക്കുന്നത് ഫ്ലവറിന്റെ ഗാർഡൻ കാണിച്ചു തരാം, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പാർക്കിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പുള്ളിനെ കയറ്റി ഇരുത്തിയേക്കുന്നത്. നല്ല ചൂടുണ്ട്, അതിന്റെ ഒരു ചെറിയ ടയേർഡ്. കാരണം കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഒരു എന്താ പറയാ, ഒരു 10 ഒക്കെ നിന്നിട്ട് ഒറ്റയടിക്ക് കയറിയത് കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ എന്തേ ഇന്നത്തെ വീഡിയോ ടുലിപ്പ് ഗാർഡനും ഒക്കെയാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടുലിപ്പ് ഗാർഡന്റെ അടുത്തെത്തിയിട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ടുലിപ്പ് ഗാർഡൻ. നമുക്ക് പെട്ടെന്ന് പോയി കയറാം. നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല അടിപൊളി വെതറാട്ടോ. അരീഷേട്ടനും അവിയും ഒക്കെ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ടിക്കറ്റ് ഒക്കെ കാണിച്ച് ഞങ്ങൾ ദേഹത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. അഡൽസിന് 10 പൗണ്ടും അതുപോലെ തന്നെ അണ്ടർ 5 കിഡ്സിന് ഫ്രീ എൻട്രിയാണ് വരുന്നത്. പിന്നെ നമ്മൾ കാർ പാർക്കിങ്ങിന് വേണ്ടി ഒരു ഏകദേശം 2 പൗണ്ടും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് കുട്ടി കുറച്ച് ഷോപ്പുകളായിരുന്നു. നമുക്ക് ഗാർഡൻ എല്ലാം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അകം നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി വന്ന വേണ്ടി ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. ഈ ടോയ്ലറ്റ് അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒട്ടും സമയമില്ല കളയാനായിട്ട്. നമുക്ക് നേരെ ടുലിപ്പ് ഗാർഡൻ വേണ്ടി കാണാൻ വേണ്ടി കയറാം കേട്ടോ. ഒരു ടിക്കറ്റിൽ 45 മിനിറ്റ്സ് ആണ് അവർ എന്നാ പറയണേ സമയം തന്നേക്കുന്നത്. പക്ഷെ ഇവരങ്ങനെ നമ്മൾ 45 മിനിറ്റ്സ് ആണോ കൂടുതലാണോ നിൽക്കുന്നത് അതൊന്നും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് എൻട്രി ചെയ്യാൻ നേരത്തെ ടിക്കറ്റ് മാത്രം അവർ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് യെല്ലോ ഫ്ലവറിൻ്റെ അടുത്താട്ടോ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല പാടായിരുന്നു. അതായത് നമ്മൾ ആൾക്കാരെ ഒന്നും കൊള്ളിക്കാതെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ആൾക്കാരിങ്ങനെ ഓരോ ലൈനിൽ കൂടെ പോകുമ്പോഴും നമ്മളത് ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. അത് ഒരു ചെറിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ പോലെ തരും കേട്ടോ. നമ്മൾ ഈ ലൈനിൽ കൂടെ മാത്രമേ നടക്കാവുള്ളൂ. ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫ്ലവേഴ്സ് ഒന്നും പറിക്കല്ല. അങ്ങനെ കുറച്ച് ചെറിയ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവയോട് പറയുന്നുണ്ടായിരുന്നു, പൂവൊന്നും പറിക്കരുത്, നോക്കി തൊട്ടാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പറിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിന് വേദന എടുക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യെല്ലോ കളറായിരുന്നു കേട്ടോ. കാരണം അതിന് പ്രത്യേക ഒരു വൈബുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പർപ്പിള്, യെല്ലോ, റെഡ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൈറ്റും കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലും എന്താ പറയുക, ഒരു കാണാൻ നന്നായിട്ട് തോന്നിയത് യെല്ലോ ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാനാണേലും നമ്മുടെ റെഡ് കൊള്ളായിരുന്നു, പിങ്ക് നല്ലതായിരുന്നു കേട്ടോ. കുറേ നേരം അതിൻ്റെ അകത്തോടെ നടന്നു. പറഞ്ഞ കണക്ക് വെതർ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്തോടെ നടക്കാനായിട്ട്. ഏകദേശം 26 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. ഇവിടെ 26 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ചൂടെന്നുള്ളൊരു കണ്ടീഷനാട്ടോ. അതുപോലെ തന്നെ നല്ല ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചൂട് അത്ര ഉണ്ടെങ്കിലും നമുക്ക് അത്ര ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല കാറ്റുള്ളതുകൊണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു 1 ഏക്കറിൻ്റെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് കാണാൻ നല്ല രസമായിരുന്നു. ഓപ്പൺ ഏരിയ ആയതുകൊണ്ടും കാറ്റ് കുറച്ച് നല്ല കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ വീഡിയോ എടുക്കുന്നേക്കാളും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയിലായിരുന്നു കേട്ടോ. പിന്നെ അവീനെ പിടിച്ചാലേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ പൂവിനെ തട്ടിക്കൊണ്ട് ഓടാൻ നല്ല രസമാണല്ലോ. പുള്ളി ആ ഒരു എൻ്റർടൈൻമെൻറ്റിലായിരുന്നു കൂടുതലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എവിടെയോ പോയി ഒന്ന് വീണു, ഒരു കല്ലെ തട്ടിയിട്ട്. ഇത് നല്ല അത്ര ഈവൻ ആയിട്ടുള്ള സർഫസ് അല്ല കേട്ടോ നമ്മൾ ഈ ഇടയ്ക്കൂടെ നടക്കുന്നത്. ആ സമയത്ത് പുള്ളി ഏതൊരു കല്ലെ തട്ടി വീണു. അത് കഴിഞ്ഞ് പിന്നെ ആ ഇടയ്ക്ക് കാണുന്ന കല്ലുകളെല്ലാം എടുത്ത് മാറ്റുകളായിരുന്നു പുള്ളിയുടെ പരിപാടി കേട്ടോ. ഏകദേശം 40-45 മിനിറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തോടെ, അതായത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. നേരെ പോയി ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീം മാത്രമല്ല, ഇവിടെ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. തായ് ഫുഡ്, അതുപോലെ പിസ്സ, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്ന കാരണം വലിയ കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാനായിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് എന്താ പറയുക, ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിച്ച് കഴിയണേടം വരെ ഞങ്ങളവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് പയ്യെ ഇറങ്ങാം, നമുക്ക് നേരെ വീട്ടിലെത്താനുള്ളതാണ്. ഇറങ്ങുന്ന വഴിക്ക് ഞാൻ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു അവിടെയും കൂടെ കയറി എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു ചാരിറ്റി പോലത്തെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. അതായത് എല്ലാ യൂസ്ഡ് സാധനങ്ങളായിരുന്നു. ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിരുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ യൂസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഈ കപ്പും സോസറൊക്കെ ആണെങ്കിലും നമുക്കൊരു വീടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഓൾറെഡി വീട്ടിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ആ അവസ്ഥയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് കയറി കണ്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ കണ്ടൊരു വലിയ എന്താ പറയുക, ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ടുലിപ്പ് പൂക്കളെല്ലാം അവർ വുഡിൽ ഉണ്ടാക്കിയേക്കണായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വീട് ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ ഒരു ഷോ പീസായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാൻ വേണ്ടി മേടിക്കാം. പിന്നെ എനിക്ക് കൂടുതലും ഒറിജിനൽ ഫ്ലവേഴ്സിനോടും ഇല്ലെങ്കിൽ പ്ലാന്റ്സിനോടുമാണ് കൂടുതൽ താല്പര്യം. ഇങ്ങനൊരു സാധനം കൊണ്ട് വെക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണ്. അതിൻ്റെ വലുതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് വെറുതെ പൊട്ടിച്ച് കളയാൻ വേണ്ടി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടെ കണ്ട് എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട് വാങ്ങണമെന്ന് തോന്നിയൊരു സാധനമായിരുന്നു കേട്ടോ, കീ ചെയിൻ. അതായത് ഈ കുട്ടി കുട്ടി എന്താ പറയുക ടുലിപ്പ് പൂക്കൾസിൻ്റെ ഇതുണ്ടല്ലോ, കീ ചെയിൻസ്, അതുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറേ യൂസ് ചെയ്യാത്ത കീ ചെയിൻസും ഇരിപ്പുണ്ട്. അപ്പം വെറുതെ ഇത് കൊണ്ടുപോയി ഇനിയും അതുകൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത്. അങ്ങനെ ടുലിപ്പ് ഗാർഡനൊക്കെ കണ്ടിറങ്ങി കേട്ടോ. ഇനി നമുക്ക് അവീനെയും കൊണ്ട് എവിടെയെങ്കിലും കളിക്കാൻ പോകാനാണ് വിചാരിക്കുന്നത്. സ്ഥലം നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ പോകും, ഇല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക്. വഴിയിലൊരു ചെറിയ ഡൗട്ട്, അതുകൊണ്ടാട്ടോ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. ഇത് മയിലാണോ ഇത് നിൽക്കുന്നത്? ഇത് മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒട്ടും ഇങ്ങനെ വികസനമൊന്നും എത്താത്ത ഒരു ശരിക്കും ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലം കേട്ടോ. കുറെ ഫാം അങ്ങനത്തെ ഒക്കെ കുറെ ഐറ്റംസ്. അത് മയിലാന്ന് തോന്നുന്നു. ഈ ഒരു പക്ഷിനെയായിരുന്നു കേട്ടോ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൂഗിളിൽ ഒരു പാർക്കൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ എത്തിയിട്ടോ. പാർക്കിംഗ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷെ അതൊക്കെ സോർട്ട് ചെയ്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങി. ഇനി കുറച്ച് പാർക്കിൻ്റെ കാര്യമൊക്കെ കാണി. നല്ല അടിപൊളി നല്ല രസമുള്ള ഒരു പാർക്കാട്ടോ. കുറച്ച് നേരം അപ്പോൾ ഇതിലേക്ക് നടന്ന് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇതിൽ നടന്നിട്ട് വീട്ടിൽ പോകാം. അവയ്ക്കും കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം പാർക്കും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇത് വലിയൊരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ഗ്രൗണ്ട് എന്നല്ല, പാർക്കെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു സീനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് കണ്ണിന് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊക്കെ നടന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയ പോണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ തടാകം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന കുറേ ചെടികളും, ഈ ചെടി ഞാൻ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഇല്ലെങ്കിൽ ആ ഒരു സീനറിന് ഭയങ്കര എൻഹാൻസ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടി കാരണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണേലും ഒരു ഫുൾ ഗ്രീൻ കളറ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തു. പിന്നെ ആ വെള്ളത്തിൽ കുറേ താറാവും അതുപോലെ തന്നെ സീഗിൾസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം നിൽക്കാനായിട്ട്.
കുറച്ച് നേരം അവിടെ നിന്ന് സീനറി ആസ്വദിക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഒട്ടും സമ്മതിക്കുന്നില്ല. പുള്ളിക്ക് കളിക്കാൻ പോയേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ പുള്ളിനെ കളിക്കാൻ കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിയതേ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്തേലാ കയറണ്ടേ, എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലാടി, കുറച്ച് നേരം വേറെ കാര്യങ്ങളിൽ കയറി, അങ്ങനെ ഓരോരോ പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കൂടെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിട്ടോ. അവ കയറുന്ന കണ്ടപ്പം എനിക്ക് ഭയങ്കര കൊതിയായി. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഊഞ്ഞാൽ. അങ്ങനെ ഞാനും അവയും കൂടെ കുറച്ച് നേരം ഇട്ടിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. എനിക്ക് കയറാൻ പറ്റിയ ഒരു ഊഞ്ഞാൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവയാണെങ്കിലോ അവിടെ ഓടി നടന്ന് ഓരോരോ സാധനത്തിൽ കയറുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസിലൊക്കെ അവന് കയറാൻ പേടിയായിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ചില ഐറ്റംസ് ഉണ്ട് അവൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ സ്ലൈഡും കാര്യങ്ങളൊക്കെ. അതിൽ കയറാൻ അവൻ ആരുടെയും ഹെൽപ്പ് വേണ്ട. കുറേ നേരം കഴിഞ്ഞിട്ടും പുള്ളീനെ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയി പൊക്കി എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവനെ വിളിച്ച് നേരെ പിന്നെ വണ്ടിയുടെ അടുത്ത് വരെ ഒന്ന് കൊണ്ടുവന്നെത്തിച്ചത്. അങ്ങനെ താണ്ടെ പാർക്കിലെ കളിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടോ. എല്ലാവർക്കും വിശന്നു. ഞാനാണെങ്കിൽ കുറച്ച് ക്യാഷും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും അവയാണെങ്കിൽ ആപ്പിളും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ അവിടെ പോയാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം എന്താ പറയുക, ഇനിയിപ്പം 1 മണിക്കൂറുണ്ട്. 6:30 ആവും വീട്ടിലെത്തുമ്പം. പോകുന്ന വഴിക്ക് എന്താ ഗ്രോസറിയും ഒക്കെ മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ആൽഡിയിലേക്കായിരുന്നു സാധനം മേടിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ സാധനം മേടിക്കട്ടെ. എൻ്റെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.